അമൃതം പൊടിയിൽ ചത്ത പല്ലി എന്ന പരാതി വെള്ളനാട് ചാങ്ങയിൽ വൈഷ്ണവിയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. അംഗൻവാടിയിൽ നിന്ന് വാങ്ങിയ പാക്കറ്റിലാണ് ചത്ത പല്ലിയെ കണ്ടെത്തിയത്. ഇന്ന് എൻ്റെ കുഞ്ഞിന് കാച്ചാൻ വേണ്ടിയിട്ടാണ് അമൃതം പൊടി പൊട്ടിച്ചത്. വെള്ളനാട് ചാങ്ങ അംഗൻവാടിയിൽ നിന്നാണ് ഞാൻ ഈ മാസം 19-ാം തീയതിയാണ് അമൃതം പൊടി വാങ്ങിയത്. ഇന്ന് പൊട്ടിച്ച പുതിയ കവറിൽ നിന്നാണ് കാച്ചാൻ നേരത്ത് ഈ പല്ലി വീഴുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ എല്ലായിടത്തും പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലായാലും ഭക്ഷ്യവകുപ്പ് മന്ത്രിക്കായാലും ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് എല്ലാവർക്കും അയച്ചിട്ടുണ്ട്. എല്ലാവരും ഉടനെ റിപ്ലൈ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ഥിരം വാങ്ങുന്നുണ്ട്, എല്ലാ മാസവും കിട്ടുന്ന ഒരു പൊടിയാണ്. അപ്പോൾ ഈ മാസം കുറച്ച് ലേറ്റ് ആയിരുന്നു വാങ്ങാൻ. എനിക്ക് ഹെൽത്ത് കുറച്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ പോയി വാങ്ങാൻ താമസിച്ചായിരുന്നു. അങ്ങനെ 19-ാം തീയതി പോയി വാങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു, പക്ഷെ അന്നും പൊട്ടിച്ചിട്ടില്ലായിരുന്നു. ഇന്നാണ് ഫസ്റ്റ് പാക്കറ്റ് പൊട്ടിച്ചത്. അപ്പോൾ അതിൽ നിന്നാണ് ഈ ഒരു പല്ലിയെ കിട്ടിയത്. വിവരങ്ങളുമായി നൗഫൽ കൂടി ചേരുന്നു. നൗഫൽ, വളരെ വലിയൊരു പ്രശ്നം, വളരെ വലിയൊരു വീഴ്ച ഈ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഭക്ഷിക്കുന്ന അമൃതം പൊടിയിലാണ് ഇത്തരത്തിൽ ചത്ത പല്ലിയെ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനെ തുടർന്ന് എന്തെങ്കിലും നടപടികൾ എടുത്തിട്ടുണ്ടോ? പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണം വന്നിട്ടുണ്ടോ? എങ്ങനെയാണ് വിവരങ്ങൾ? ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം. വെള്ളനാട് ചാങ്ങയിലുള്ള അംഗൻവാടിയിൽ നിന്നാണ് ഈ പറയുന്ന വൈഷ്ണവി തന്റെ മകൾക്ക് നൽകാനായി വാങ്ങിയ ഈ അമൃതം പൊടിയിൽ ചത്ത പല്ലിയെ കണ്ടെത്തിയത്. അതായത് കാട്ടാക്കട ആമച്ചലിൽ ലൈസൻസിയുള്ള ഒരു പ്രകൃതി ന്യൂട്രിമിക് എന്ന സ്ഥാപനത്തിന്റെ പേരിൽ പുറത്തിറങ്ങുന്ന ഒരു പൊടിയാണ് ഇത്. ഇന്നലെ അവർ വീട്ടിലെത്തി വൈകുന്നേരം അത് പൊട്ടിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു ചത്ത പുഴുത്ത രീതിയിലുള്ള ഒരു പല്ലിയെ കാണുന്നതും ഗുരുതരമായ ആരോപണവുമായി പ്രതികരണത്തിൽ കേട്ടതുപോലെ അവർ രംഗത്ത് വരുന്നതും ഉണ്ടായാലും മന്ത്രിക്ക്, വകുപ്പ് മന്ത്രിയായിട്ടുള്ള ബിന്ദു കൃഷ്ണയെ അടക്കമുള്ളവർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഈ കുടുംബം. അതായത് ഈ പാക്കറ്റ് പുതിയ, അതായത് മാനുഫാക്ചറിംഗ് ഡേറ്റ് ഒന്നും കഴിയാത്ത ഫ്രഷ് പാക്കറ്റാണ്. അതിൽ എങ്ങനെയാണ് ഇത് കടന്നുകൂടിയത് എന്നുള്ളതാണ് ഇപ്പോൾ നോക്കുന്നത്. അതായത് ഈ പറയുന്ന പാക്ക് ചെയ്യുമ്പോൾ മറ്റ് പാക്കറ്റുകളിലേക്കും ഇതുപോലുള്ള ഗുരുതരമായ വീഴ്ചകൾ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി ഇനി അറിയേണ്ടതുണ്ട്. എന്തായാലും മന്ത്രി അടക്കമുള്ളവർക്ക്, ഉന്നത ഉദ്യോഗസ്ഥർക്കടക്കം പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഈ കുടുംബം. ശരി, നൗഫലാണ് വിവരങ്ങളുമായി ചേർന്നത്.